നമസ്കാരം. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുമാരു 26 മണിക്കൂർ എന്ന നോവലാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ എം എ സിദ്ദിഖാണ്. ഇതിൽ കുമാരു എന്ന് പറഞ്ഞ നമ്മുടെ കുമാരനാശാൻ, മഹാകവി കുമാരനാശാനാണ്. കുമാരനാശാൻ്റെ ജീവിത കഥയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ജീവചരിത്രത്തിൽ നിന്നും അടർത്തിയെടുത്തിരിക്കുന്ന ഒരു ഏട് എന്ന് തന്നെ ഈ നോവലിനെ പറയാം. ചിന്ത പബ്ലിഷേഴ്സാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കുമാരനാശാൻ 1873 ഏപ്രിൽ 12 ജനിച്ചു. അദ്ദേഹം സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഈഴവ സമുദായത്തിലെ പ്രമുഖനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി കച്ചവടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ വലുതാകുമ്പോൾ ഒരു വലിയ കവിയായി മാറും. അതുപോലെ അമ്മ കാളിയമ്മ അദ്ദേഹത്തെ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൂടെ വിട്ടു. അങ്ങനെ അദ്ദേഹം വിദ്യാഭ്യാസം നടത്തി. SNDPയുടെ സെക്രട്ടറിയായി. അതുപോലെ തന്നെ വിവേകോദയം എന്നുള്ള മാസിക പുറത്തിറക്കി. അപ്പോൾ അദ്ദേഹം സംസ്കൃതം തുടങ്ങിയത് കൊണ്ടാണ് അദ്ദേഹത്തെ കുമാരു എന്ന പേരിൽ നിന്നും കുമാരനാശാൻ എന്ന പേരിലോട്ട് മാറിയത്. അപ്പോൾ ഡോക്ടർ പൽപ്പു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ സംസ്കൃതം പഠിക്കാൻ ഉന്നത സർവകലാശാലയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവിതാംകൂർ സർവകലാശാലയിൽ നിന്നും പട്ടും വളയും നൽകി വെയിൽസ് രാജകുമാരൻ കുമാരനാശാന് പട്ടും വളയും നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നോവലിലേക്ക് വരുന്ന സമയത്ത് കുമാരു 26 മണിക്കൂർ, ആ പേരിൽ തന്നെയുണ്ട് കുമാരു 26 മണിക്കൂർ. 26 മണിക്കൂർ എന്നത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ നോവലിൽ വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണം, അതായത് 1924 അദ്ദേഹം ഒരു ബോട്ട് അപകടത്തിൽ വെച്ചാണ് മരണപ്പെടുന്നത്. റെഡീമർ എന്ന ബോട്ടിലാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബോട്ട് മറിഞ്ഞാണ് മരണപ്പെട്ടത്. അന്നത്തെ തിരുവിതാംകൂർ രാജാവ് അന്വേഷണത്തിന് ഏർപ്പാടുണ്ടാക്കി. അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച സമയത്ത് ബോട്ടിൻ്റെ ഭാരക്കൂടുതൽ കൊണ്ടാണ് ബോട്ട് മറിഞ്ഞത് എന്നാണ് കണ്ടെത്തിയത്. ഏകദേശം 125ഓളം ആൾക്കാർ ആ ബോട്ടിലുണ്ടായിരുന്നു. അതിൽ 95 പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ. അതുപോലെ അന്നത്തെ ബോട്ട് ദുരന്തത്തിൽ 24 പേർ മരണപ്പെട്ടിരുന്നു. അതിലൊരാൾ കുമാരനാശാനായിരുന്നു. നമ്മുടെ നോവലിലോട്ട് വന്നാൽ, നോവലിൽ നമുക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കവിയെ ഒരു മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ വ്യക്തിയാണ് കുമാരനാശാൻ. അപ്പോൾ നമ്മുടെ കവിയെ ഒരു സാങ്കല്പിക കൊലയാളിയെ സൃഷ്ടിച്ച് അദ്ദേഹത്തെ കൊലപാതകം നടത്തി എന്ന രീതിയിലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാങ്കല്പിക കൊലയാളി എന്നുള്ളത് സൗമികി എന്ന പേരാണ് സാങ്കല്പിക കൊലയാളിക്ക് കൊടുത്തത്. അപ്പോൾ സൗമികിയെ ഇതിന് പ്രേരിപ്പിക്കുന്നത് വൃഷസേനൻ എന്ന ദല്ലാളാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തെ ആ ബോട്ട് ദുരന്തം നടക്കുമ്പോൾ ആ ബോട്ടിൽ സൗമികി പിന്തുടർന്നു പോകുന്നു. സൗമികി എന്ന സാങ്കല്പിക കൊലയാളിക്ക് നമ്മുടെ കുമാരനാശാനെ കൊലപാതകം ചെയ്യണമെന്ന് ഉള്ള ഒരു പ്രേരണ കിട്ടിയിട്ട് പിന്തുടർന്നു പോകുന്നു. അതുപോലെ തന്നെ ആ സമയത്താണ് മരണം സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്നാൽ ഈ നോവലിൽ ആശാൻ ഇത് മുഴുവനായി വായിക്കുന്ന സമയത്ത് ആശാൻ ഇതിൽ നേരിട്ട് കഥകൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കഥ പറയുന്ന രീതിയിലാണ് ഈ നോവലിൽ എഴുതിയിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ടും അദ്ദേഹം പങ്കെടുത്ത സമ്മേളനങ്ങളെക്കുറിച്ചും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളെക്കുറിച്ചും അദ്ദേഹം ചെയ്ത യാത്രകളെക്കുറിച്ചും കൽക്കത്ത യാത്രകളെക്കുറിച്ചും
അങ്ങനെ കുടുംബത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആശാൻ്റെ മൃതശരീരം പല്ലനയാറ്റിൽ ബോട്ട് ദുരന്തത്തിൽ ഒരു ദിവസം മുഴുവൻ അവിടെ നിന്നു എന്നാണ് പറയുന്നത്. അതായത് 26 മണിക്കൂർ പല്ലനയാറ്റിലെ ജലത്തിൽ അദ്ദേഹം മുങ്ങിക്കിടന്നു. അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ സൗമികി എന്ന സാങ്കല്പിക കഥാപാത്രമാണ് ഈ കുമാരനാശാനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തത് എന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആശാനെ പുറത്തെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസാന കൃതിയും അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പും അതിലുണ്ടായിരുന്നു എന്നും സൗമികി അതിൽ ആകൃഷ്ടനായി മാറുന്നു എന്നും പറയുന്നു. ഈ നോവലിൻ്റെ അവസാന ഭാഗത്ത് ഇതിൽ പറയുന്നത്, ആശാൻ എന്ന വലിയ മഹാകവിയെ ഒരു സാങ്കല്പിക കൊലയാളി വിചാരിച്ചാൽ മരണപ്പെടുത്താൻ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹം എന്നതാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ആ 26 മണിക്കൂർ എന്നുള്ളത് ഒരു ആകാംക്ഷയും വായനക്കാരൻ്റെ ഉള്ളിൽ ഒരു ആകാംക്ഷയും ഉദ്യോഗവും നിറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നോവൽ വായിച്ചു തുടങ്ങിയിടത്തു നിന്നും അവസാനിക്കുന്നത് വരെ നമുക്ക് ഇനിയും വായിക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും. കുമാരനാശാൻ്റെ ജീവിതത്തെ വളരെ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ നോവലിലൂടെ. അപ്പോൾ ആശാൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ M.A. സിദ്ദിഖ് വരച്ച് കാണിക്കുന്നുണ്ട്, എഴുതി ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ പുസ്തകം വായിക്കുക. കുമാരനാശാൻ്റെ മുഴുവൻ ജീവിത കഥയിലെ ചെറിയ ചെറിയ ഏടുകളെല്ലാം ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. നല്ലൊരു നോവലാണ്. താങ്ക് യു.